സുഹൃത്തുക്കളെ, വീണ്ടും മലയാള സിനിമയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നു, മമ്മൂക്ക എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ തലയിലേറ്റി നടക്കുന്ന ആ വൃത്തികെട്ടവനും ലാലേട്ടൻ എന്ന് പറയുന്ന ആ പരമനാരിക്ക് രണ്ടു പേർക്കും ഒരു യോഗ്യതയില്ല, ഒരാർജവും ഇല്ല. എന്താ ഇവന്മാർ ഓർക്കാത്ത കുറേ ദിവസമല്ലോ. ഈ പരമനാരികൾ കുറേ ദിവസമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണല്ലോ, മൗനവ്രതത്തില. ഇവർക്ക് അൽഷിമേഴ്സ് ബാധിച്ച പോലെ ഇവർക്ക് ഓർമ്മക്കുറവുണ്ടായി. പിന്നെ ഇവർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു, ഇവർക്ക് കാഴ്ചശേഷി നഷ്ടപ്പെട്ടു. കാരണം ടി വിയിലെ വാർത്തയൊന്നും കാണാൻ പറ്റുന്നില്ല. കേൾവിശേഷി നഷ്ടപ്പെട്ടു, ഇത് കേൾക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് നാണില്ലാത്ത 74 വയസ്സും 64 വയസ്സുമുള്ള രണ്ട് പോത്തുകളെ, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഈ രണ്ടെണ്ണം എന്തിനാണ് ജീവിച്ചിരിക്കണേ? പിന്നെ മറ്റവൻ ഷിറ്റുകോവി, അവനും പേടി, അവനും നാണമില്ല. 3 പേര് 3 രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവരാ. നമ്മളിത് പറഞ്ഞ ഇവന്മാരുടെ ഫാൻസ് അസോസിയേഷനുകാരങ്ങ് ഇളക്കി വരുന്ന പറഞ്ഞേ, ഇളകി വാടാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കണം. നിങ്ങൾ 4-5 പേര് കൂടിയിട്ട് ഒരുമിച്ച് എന്നെ തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ശാരീരിക ശേഷിയൊന്നുമില്ല. നിങ്ങളുടെ ഏറ്റവും കെൽപ്പുള്ള ആളെ നിങ്ങളെങ്ങ് വിട്, ഒറ്റയ്ക്ക് അടിച്ചങ്ങ് തീർക്കാമെന്ന് പറയാം. ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്ന പോലെ പഴയ കാലത്തുള്ള ഉണ്ടായിരുന്ന സംഭവം. അതിന് വാ, ഞാൻ റെഡിയാണ്. ഒരുമാതിരി വൃത്തികെട്ടവന്മാർ. മമ്മൂക്ക മിണ്ടൂല, ഓനെ തൊള്ള തുറക്കൂല. ഓൻ അല്ലാത്ത എല്ലാ അഭിപ്രായത്തിലും പറയും. ഓൻ തൊള്ള തുറക്കും. ഓൻ ഇഷ്ടപ്പെട്ട പിന്നെ കല്യാണം കഴിഞ്ഞ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കളുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ തൊള്ള തുറക്കും. എന്തിന്? സിദ്ദിഖിനേക്കാൾ വലിയ നക്കലിസ്റ്റ് അവൻ. പറയിപ്പിക്കരുത് തന്നെ കൊണ്ട്. മറ്റേ ആൾ പിന്നെ തനിക്കോടിയാണെന്നുള്ളത് അറിയിച്ചിട്ടുള്ളത് ലാലേട്ടൻ എന്ന് പറയുന്ന സാധനം. എന്ത് ചേട്ടൻ, എന്ത് ഇക്ക, എന്ത് തേങ്ങ. ഷിറ്റുകോവി ആണെങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് നടക്കുക. അവൻ്റെ എന്തോ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആളാണെന്ന് ഇങ്ങോട്ട് നടക്കണേ. നിങ്ങൾ ഈ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ആർജവത്തോടെ പറയാൻ ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വിരാജ് പറഞ്ഞു. കാരണം പൃഥ്വിരാജ് അതിലില്ല എന്നുള്ളത് പൃഥ്വിരാജിന് ബോധ്യമാണ്. എല്ലാവരുടെയും മുടികൾ പുറത്തേക്ക് വിടണം, ഇരകളുടെ പേരുകൾ ഒഴിച്ച് പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞു. ജോയ് മാത്യു പറഞ്ഞു, ആ തൻ്റെ ഇടന്താ ഈ പട്ടികൾക്കില്ലാത്ത, ഈ പരമനാറികൾക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണേ. ഇനിയിപ്പോൾ രാജൻ ജോസഫ് കള്ളു കുടിച്ചിട്ട് സ്റ്റോറി ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ദയവേത് ഇപ്പോൾ ഈ നേരം വരെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ തോന്നി ഞാൻ കള്ളു കുടിക്കുന്നത്. എൻ്റെ സൗകര്യമാണ്. നിനക്കൊക്കെ എന്താ കുറിച്ചിട്ട്? ഈ ഫാൻസുകാർക്ക് എന്താ കുറിച്ചിട്ട്? ഇവന്മാർ ഇളക്കി വിടുന്ന ആൾക്കാർക്ക് എന്താ കുറിച്ചിട്ട്? എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ കുടിച്ചോ ഇല്ല എന്നുള്ളത് അറിയാം. പോയി പണിയൊക്കെ പറയും പുല്ലുകളോട്. ഞാൻ അത്രയേ ഉള്ളൂ. ശാന്തിയുള്ള ദിനേശേട്ടനും കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഞാനിപ്പോൾ പിന്നെ രാത്രി ഒന്ന് വിളിച്ചു നോക്കി, അപ്പോൾ പുള്ളി എടുത്തില്ല. എനിക്ക് അയാളോടൊരു ദേഷ്യമില്ല. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ഒരു മനുഷ്യൻ എന്നുള്ള. വാടക വീട്ടിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്നെക്കുറിച്ചും പുള്ളി പറയുമ്പം അത് മനസ്സിലാക്കേണ്ട കാര്യം രാജൻ ജോസഫിന് പണിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല. രാജൻ ജോസഫ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൾഫിൽ കുറച്ച് കാലം പണിയെടുത്തു. അതിനു മുമ്പ് കരികിൽ കോറിയിൽ പണിയെടുത്തു. 20 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെ 200 അടി ഉയരമുള്ള പാറപ്പൊറിയുടെ മേളിൽ നിന്ന് കയറിട്ട് ഇറങ്ങിയിട്ട് തമരടിക്കാനും പിന്നെ പാറ പൊട്ടിക്കാനും അങ്ങനെ വീടി വിളിക്കാൻ തുടങ്ങിയിട്ടില്ലേ. കാരണം ഈ വെടി പൊട്ടിക്കുമ്പം 10-12 കുടിക്ക് ഒരുമിച്ച് നമ്മൾ പൊട്ടിക്കും. എൻ്റെ കൂടെ ഒരു തമിഴൻ മാത്രമേ ഉള്ളൂ. ഈ വലിയ വ്യവസായ സ്ഥാപനമായിരുന്നില്ല, അരി വാങ്ങാനുള്ളതായിരുന്നു, എൻ്റെ പെങ്ങന്മാരെ പഠിപ്പിക്കാനുള്ളതായിരുന്നു, എൻ്റെ വീട്ടിലെ കാര്യം നോക്കാനുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, പോലീസിൽ നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പരിപൂർണമായ സഹകരണം ഉണ്ടായിരുന്നു. ഞാനത് നിർത്തിയോട് പോയിട്ട് പിന്നെ അതിൻ്റെ സഹകരണം നിൽക്കുകയും ചെയ്തു. എന്നോടുള്ള വ്യക്തിപരമായ സഹകരണമായിരുന്നു. ഞാൻ മുസ്ലിം വിരുദ്ധരാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മുസ്ലിംസിൻ്റെ മാത്രം ഏരിയയിലാണ് ഞാൻ നടത്തിയത്. അവർ രാജ്യം നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ആ കോറിയെ കൊണ്ട് പൊട്ടിച്ചു. നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മദ്രസയുടെ പറമ്പിൽ കൂടെ എനിക്ക് പിന്നെ വഴി വിട്ട് തന്നവരാ നാട്ടുകാർ. എന്തറിഞ്ഞിട്ടാണ് പറയണേ? അത് ശാന്തിയുള്ള ദേശത്തിന് ആരോ റോങ് ഇൻഫർമേഷൻ കൊടുത്താന്ന് തോന്നണോ? പോട്ടെ, പാവം ജീവിച്ചു പോട്ടെ. ഇവർക്ക് എന്ത് ചെയ്യുന്നതെന്ന് ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുമില്ലെന്നേ. ഒരു കാര്യത്തിന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ടു സെഡ് പിന്നെ ആഫ്റ്റർ ഓൾ സാധനങ്ങളെ എഫക്ട്സ് മുഴുവൻ എല്ലാ കോൺസിക്വൻസും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങണം. ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിയ ആളാണ്. അവിടെ പറഞ്ഞ മമ്മൂക്കയും ഈ ലാലേട്ടനും ഈ പിന്നെ ചിത്തിക്കിക്ക എന്ത് വൃത്തിയിട്ടവൻ. അവൻ്റെ മരുമകളെ വരെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ അവരെ പിടിപ്പിച്ചെന്നുള്ളതാണ് ഈ അറിയാനുള്ളത്. പുറം ലോകം അറിയാനുള്ളത്. മനസ്സിലാക്കും നിങ്ങൾ. ഇവനെ വീട്ടിൽ കയറ്റിയൊരു മുഴുവൻ അവരെ മക്കളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ധർമ്മജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ.
പിഷാരടി ഇടത്ത്, ആൻഡോ ജോസഫ് വലത്ത്, രണ്ടും കോൺഗ്രസ്. ഇയാൾ പോയിട്ട് പിന്നെ CPM-ൻ്റെ കുണാണ്ടർ മമ്മുക്ക. എന്ത് കോപ്പിൽ ഇക്ക, എനിക്കൊരു തേങ്ങയല്ല എന്നേ, എനിക്ക് ഇക്കയും തേങ്ങയല്ല, പിന്നെ പേട്ടനും തേങ്ങയല്ല, ഒരുത്തനും തേങ്ങയല്ല. ഇതിലെല്ലാ കളിയും കളിക്കുന്നത് മറ്റവനാ. ഇപ്പം ബുദ്ധിമാനായിട്ടുള്ള ആൾ. ഇവന്മാരെല്ലാം പൊട്ടന്മാരാ. ഇവന്മാരെല്ലാം കാണുന്നിടത്തെല്ലാം ഈ കള്ളവടി വെക്കാൻ വേണ്ടി പോയി. അതിൽ ഏറ്റവും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പേട്ടനാ, ദിലീപാ, ഒരു വംശമില്ല. BD സതീശൻ മിണ്ടൂല, അധികം തൊള്ളോർക്കില്ല. കാരണം വെച്ചാൽ BD സതീശൻ്റെ വലങ്കൈയായിട്ട് നിൽക്കുന്ന അൻവർ സാദത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ കേസുകളും ആരോപണങ്ങളും നിൽക്കുമ്പം ഈ ജെബി മേത്തർ എന്ന് പറയുന്ന ഈ വൃത്തിയിട്ടോളുണ്ടല്ലോ, ഇപ്പോഴത്തെ MP, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അവൾ വൈസ് ചെയർമാനായിട്ടിരിക്കുന്ന ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോഗ്രാമിന് മുഖ്യ അതിഥിയായിട്ട് വിളിച്ചത് ഇവളെയാ. പിന്നെ നിങ്ങൾക്ക് എന്താ CPM-നെ കുറ്റം പറയാൻ നടക്കുന്നതാ? നിങ്ങൾക്ക് എന്താ BJP കുറ്റം പറയാൻ നടക്കുന്നതാ? നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഇവരെല്ലാം കാണിക്കുന്ന കൂട്ടുകച്ചവടമാണ്. ഇവരോട് എല്ലാവരോടുമാണ് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്, അതിനുള്ള ആർജവം എനിക്കുണ്ട്. വടി കിടന്ന് ചത്ത് പിന്നെ ഇവന്മാരുമെല്ലാം കൊന്നു കളഞ്ഞാലും ശരി, എൻ്റെ നാക്ക് ഞാൻ പണയം വെക്കില്ല, എൻ്റെ കണ്ണുകൾ ഞാൻ പണയം വെച്ചിട്ടില്ല. ഇവരെൻ്റെ കണ്ണ് ചൂട് നിർത്തോട്ടെ, ഇവരെൻ്റെ നാക്ക് മുറിച്ച് കളഞ്ഞോട്ടെ, ഇവരെൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞോട്ടെ, അതുവരെ മിണ്ടിക്കൊണ്ടേയിരിക്കും. തോന്നിയാസം കാണിക്കുന്ന പരിധിയുണ്ടറാ നാളുകളെ. തോന്നിയാസം എന്ത് എമ്മാതിരി തോന്നിയാസം കാണിക്കുന്നത്? ഇവന്മാരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? എടാ ജോയി മാത്യു വാതോടുന്ന് വർത്താനം പറഞ്ഞു, പൃഥ്വിരാജ് വാതോടുന്ന് വർത്താനം പറഞ്ഞു. അവരല്ലാതെ ആരാ പറയുന്നേ? പിന്നെ കുറേ പറയണ്ട, ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും, അസഭ്യവും. അപ്പോൾ പിന്നെ ഞാൻ രാജ് ജോസഫ് വെള്ളമൊടിച്ച് പറഞ്ഞെന്നുള്ള ആക്ഷേപം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും രാജ് ജോസഫ് രാവിലെ വെളുപ്പിനെ നീച്ച അപ്പം തൊട്ടേ ഇതിങ്ങനെ ടാപ്പിൽ കൂടെ വലിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെ ഇങ്ങനെ കൈ കൂടെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്തോ ആടേ വിവരക്കേട് പറയണേ. നിങ്ങളാലോചിച്ച് നോക്ക്, രാത്രി ഇപ്പോൾ സമയം എത്രയായി? 23:45, അതായത് 11:45 ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് എത്ര സമയത്തോട് വിട്ടാണ് ഇരിക്കുന്നത്? എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ വേറെ കാര്യങ്ങളുണ്ടാവും. അതിനപ്പുറത്ത് ഒരു പിന്നെ എന്താ പറയുക, ഒരു ഡ്രഗ് അഡിക്റ്റ് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ കുറ്റമല്ല, എനിക്ക് നിങ്ങളെ തിരുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങളാണ് പ്രചരിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. നാറാണത്ത് ഭ്രാന്തനത് ഇതേ പണിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 7 മിനിറ്റ് കഴിഞ്ഞു. എല്ലാ 10 മിനിറ്റുള്ളത് നിർത്തിയാൽ മതി, കുഴപ്പമില്ല. എന്താണ് എവിടെ പോയിട്ട് ഒളിച്ചിരിക്കുക മമ്മൂക്കയും ലാലേട്ടനും പിന്നെ ഈ ഷിറ്റ് കോപിയൊക്കെ? ഇവന്മാരി തെമ്മാടികളൊക്കെ നിങ്ങൾ സൂപ്പർ താരങ്ങളായിട്ട് തലയേറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിലപാടുകളുടെ രാജകുമാരന്മാരായിട്ട് നിൽക്കുന്ന ഇപ്പം ഇന്ന് പൃഥ്വിരാജും ജോയി മാത്യുവാണ്. ജഗദീഷും ഒരു പരിധിവരെ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെത്തുന്നുണ്ട്. അമ്മ പിടിച്ചടക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റി പിരിച്ചു വിട്ടതെന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത ദിവസം കളക്ട് ചെയ്തിട്ട് ഞാൻ പറയും. എനിക്കിവിടെ സിനിമാ മേഖലയിൽ നിന്നല്ല, രാഷ്ട്രീയ മേഖലയിൽ നിന്നല്ല, എനിക്ക് എല്ലാ മേഖലയിലും ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷേ ഒരു വാപ്പാനോടും ഞാൻ എൻ്റെ തല പണയം വെച്ചിട്ടില്ല, എൻ്റെ കാഴ്ചപ്പാട് പണയം വെച്ചിട്ടില്ല, എൻ്റെ നിലപാടുകൾ പണയം വെച്ചിട്ടില്ല. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ നാക്കുകൊണ്ട് പറയും. അത് ഇനി തുടരും. കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ളത് യുവന്മാരോടൊക്കെ പറയാനുള്ളൂ. പിന്നെ ശാന്തിവിള ദിനേശനെ പോലെയുള്ള പാവങ്ങളോട് സാധുക്കളോട് മത്സരിക്കാനും കുസ്തി പിടിക്കാനും എനിക്ക് താല്പര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് വിട്ടുപോട്ടെ. പുള്ളി എവിടെയെങ്കിലും കടന്ന് കുസ്തി പിടിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ വിലയേറിയ മുത്തുമണികൾ നിങ്ങൾ പിന്നെ പന്നികളുടെ മുമ്പിൽ എറിയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ബൈബിൾ വാക്യമുണ്ട്. അത് ഒരു വട്ടം ഇവൻ നമ്മുടെ സ്വരാജ്, എൻ്റെ ബാല്യകാല സുഹൃത്താണ് സ്വരാജ്, നിയമസഭയിൽ പ്രസംഗിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, സ്വരാജ് നിയമസഭയെ അവഗണിച്ചു. ഈ നല്ല സാധനം ഈ പന്നികളെ മുമ്പിൽ ഇട്ട് കൊടുത്ത ഐറ്റങ്ങൾക്ക് ഇതിൻ്റെ വില അറിയില്ല എന്നേ. ഐറ്റങ്ങൾ അതിൽ ആകെ ഈ മലത്തിലും വിസർജ്യത്തിലും അന്ന് പന്നിക്ക് കൊടുക്കുന്നത് മനുഷ്യ വിസർജ്യം വരെ, പിന്നെ കോഴിയുടെ ഇപ്പോഴും കൊടുക്കുന്ന കോഴി വേസ്റ്റും ബാക്കിയുള്ളതൊക്കെ തിന്നാൻ കൊടുക്കുന്നത് പച്ചക്കറി വേസ്റ്റ് അല്ലാതെ ഒരു നല്ല സാധനം അതിന് കൊടുക്കുന്ന ഏതെങ്കിലും പന്നി ഫാം നിങ്ങളൊന്നും കാണിച്ചാ? പച്ചക്കറി വേസ്റ്റ്, മീൻ പിന്നെ മാർക്കറ്റിലെ വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ്, കോഴിക്കടയിലെ വേസ്റ്റ്, ഇതാ കൊടുക്കണം പന്നിക്ക് കൊടുക്കണേ. അതാണ് നമുക്ക് ഈ പോർക്ക് കിട്ടുന്നത്. അല്ലാതെ മറ്റേ പോർക്ക് നമുക്ക് കിട്ടും. എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടുപ്പിച്ചായിരിക്കും കൊല്ലുന്നത്, ചിലപ്പോൾ തോട്ടം വിട്ട് ശരിക്കും കൊല്ലുന്നത്. പക്ഷേ അവിടെ പോലും മര്യാദയുണ്ട്, ഒറ്റയടിക്ക് കൊല്ലും.
ഇഞ്ചിഞ്ചായിട്ട് കൊല്ലില്ല. ഇവരൊക്കെ ചെയ്യുന്ന ഓരോ മനുഷ്യരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക. തിലകനോട് ചെയ്തത് അതാണ്, പിന്നെ വിനയനോട് ചെയ്തത് അതാണ്, ഓരോരുത്തരോടും ചെയ്തത് അതാണ്, കലാഭവൻ മണിയോട് ചെയ്തത് അതാണ്. തൽക്കാലം ലാൽസല ഞാൻ ഈ പറഞ്ഞതെന്നറിയാം, അതിര് വിട്ടു പോകും. അതുമാത്രമല്ല 10 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ നിർത്തുന്ന ഒരു ശീലത്തിലേക്ക് ഇനി മെല്ലെ പോകാമെന്ന് കരുതുന്നു. സഹൃദയം ക്ഷമിക്കുക. ലാൽസലാം.